കിഴങ്ങൊക്കെ കുറച്ച് ദിവസം മേടിച്ച് വെക്കുമ്പോഴത്തേന് ഇതേപോലെ മുള വരും, ഇതുപോലെ മുളച്ച് നിൽക്കും. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ വെളുത്തുള്ളി ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ വെളുത്തുള്ളി ഇത്രയും ഇല്ല എങ്കിൽ ഒരു വെളുത്തുള്ളി ആണെങ്കിലും മതി, നമുക്ക് ഇതേപോലെ ഒന്ന് ഇളക്കിയിട്ട് കിഴങ്ങിൻ്റെ കൂട്ടത്തിൽ വെച്ച് കൊടുത്താൽ മതി. അപ്പം ഇങ്ങനെ മുള വരുന്ന ശല്യം ഒഴിവായി കിട്ടും. ഇപ്പം വെളുത്തുള്ളിയുടെ ആ സ്മെല്ല് കാരണം അതിനകത്ത് മുള വരത്തില്ല കിഴങ്ങ്. അപ്പോൾ നമുക്കങ്ങനെ ഉപയോഗിക്കാവുന്നതാണ്. ഇനിയിപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ സവാളയൊക്കെ നമ്മൾ മേടിക്കുമ്പോഴത്തേനും നമ്മൾ കിറ്റോടെ തന്നെ ഇതേപോലെ തന്നെ പ്ലാസ്റ്റിക് കിറ്റായിരിക്കും. അപ്പോൾ ഇതേപോലെ തന്നെ വെച്ചേക്കാൻ പാടില്ല. അപ്പോൾ ഒന്നെങ്കിൽ മുറത്തിലോ അതല്ലെങ്കിൽ സവാള ഇട്ട് വയ്ക്കുന്ന പരന്ന കൊട്ടയാണെങ്കിൽ അതിനകത്തോ കാറ്റ് കയറുന്ന ഭാഗത്ത് ഇതേപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുത്താൽ അഴുകിപ്പോകത്തില്ല. അതല്ലെങ്കിൽ നമ്മൾ ആ കവറിനകത്ത് അടിഭാഗത്തിരിക്കുന്ന സവാളയെല്ലാം അഴുകിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ മുളക് പൊടിയൊക്കെ ചീത്തയാകാതിരിക്കണമെങ്കിൽ ഇതുപോലെ 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പ് പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പം ഇതേപോലെ മല്ലിപ്പൊടിയും ചെയ്യാവുന്നതാണ്. അതല്ല എങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്, കേടുവരാതെ തന്നെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒന്നും തന്നെ കേടുവരാതെ ഇതേപോലെ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. ഇപ്പോൾ അടുത്തത് അരിപ്പൊടിയിൽ ഞാൻ കറുവാപ്പട്ടയുടെ ഇല 2-3 ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 2 ആണെങ്കിലും മതി, കുഴപ്പമില്ല. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ഗോതമ്പ് പൊടിയിലും ഇട്ട് കൊടുക്കാം. പ്രാണികളുടെ ശല്യമൊക്കെ ഒഴിവായി കിട്ടും. ഇപ്പോൾ എത്ര നാൾ വേണമെങ്കിലും നമുക്കത് കേടാകാതെ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ഗോതമ്പ് പൊടിയിലും ഇതേപോലെ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ തുണികളൊക്കെ മടക്കി അലമാരിയിലൊക്കെ വെക്കുമ്പോഴത്തേനും തുറക്കുമ്പോൾ നല്ലൊരു സ്മെല്ല് കിട്ടണമെങ്കിൽ ഇതേപോലെ കറുവപ്പട്ടയുടെ ഇല ഈ തുണികളുടെ ഇടയ്ക്കൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അലമാരയൊക്കെ തുറക്കുമ്പോഴാണെങ്കിലും ആ തുണിയെടുത്ത് നമ്മൾ ഉടുക്കുമ്പോഴത്തേനാണെങ്കിലും നല്ലൊരു സ്മെല്ലായിരിക്കും. അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവർ ഒന്ന് ചെയ്ത് നോക്കുക.